പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ ആദയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മളാരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട്. അത് പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ, ധനവാനാകട്ടെ ദരിദ്രനാകട്ടെ, സൗന്ദര്യമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, എല്ലാവരും ഭയപ്പെടുന്ന ഒരു സത്യമാണ് മരണമെന്ന മഹാസത്യം. ഒരു കള്ളനെ പോലെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു സത്യം. എല്ലാവരും മരണം കൊണ്ട് അവസാനിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷെ വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന വലിയ ചിന്ത സ്വർഗം എന്ന ഒരു സ്ഥലം, അവിടെ ദൈവത്തോടും ദൂതന്മാരോടുമൊപ്പമായിരിക്കുന്ന ഒരു വലിയ അവസ്ഥ. അതാ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പലരും വിചാരിക്കുന്നു സ്വർഗം ഇവിടെയാണ്, ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ച് ഇവിടെ തന്നെ തീർക്കുന്നതാണ് ജീവിതമെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നത് സ്വർഗം മരിച്ച് സ്വർഗത്തിൽ ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന വലിയ അവസ്ഥ. ദൈവം കള്ളം പറയില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ യോഹന്നാൻ സുവിശേഷത്തിൽ, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. അപ്പം സ്വർഗം എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു, യാക്കോബ് കാണുന്നു, സ്വർഗത്തിലേക്ക് വലിയൊരു ഏണി, അതിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. സ്വർഗീയ ദർശനം. സ്വർഗം എന്നുള്ളത് വലിയ സത്യമാണ്. വെളിപാടിൽ സ്വർഗത്തെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിൽ സ്വർഗത്തിൻ്റെ വലിയ ദർശനങ്ങൾ. ഇവിടെ നമ്മൾ പണിത വലിയ വീടുകളല്ല, രാജസ്ഥാൻ മാർബിളിട്ട വലിയ വീടോ അതൊന്നുമല്ല സ്വർഗത്തിലെ നമ്മുടെ വീട്. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, ഞാൻ പോകുന്നതാണ് നല്ലത്. ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഭവനമൊരുക്കും. അപ്പം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു ഭവനം സ്വർഗത്തിലുണ്ട്. ഈ ബോധ്യത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വരേണ്ടത്. മരിച്ച് ഇവിടെ തീരേണ്ടവരല്ല നമ്മൾ ദൈവത്തോടു കൂടി ദൈവമാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വലിയ അനുഭവം. മരണത്തിനപ്പുറം സ്വർഗരാജ്യം എന്നൊന്നുണ്ട് എന്നുള്ള വലിയൊരു വിശ്വാസം. പലരും പറയുന്നത് ഈ ഭൂമിയിലാണ്, ഇതാണ് സ്വർഗം, ഇവിടെ അടിച്ചു പൊളിച്ച് ഇവിടെ സ്വർഗത്തിന് തുല്യമായി എങ്ങനെ വേണേലും ജീവിക്കാം. അത് കഴിഞ്ഞൊരു ജീവിതത്തെക്കുറിച്ച്, ഒരു സ്വർഗരാജ്യത്തെക്കുറിച്ച് സ്വപ്നം പോലുമില്ലാത്ത മനുഷ്യർ. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നു സ്വർഗം എന്നൊന്നുണ്ട്. അത് ദേഹം നമ്മൾ മണ്ണിൽ അഴുകിച്ചേർന്നുമ്പോൾ ആത്മാവ് ദൈവത്തോടു കൂടി ആയിരിക്കുന്ന ഒരു വലിയ അനുഭവം. ഒരിക്കൽ നമ്മൾ ഈ സത്യത്തെ പുൽകേണ്ടവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ടാണ് കർത്താവ് ധനവാനോട് ചോദിച്ചത്, ഈ രാത്രിയിൽ ഞാൻ നിൻ്റെ ആത്മാവിനെ എടുത്താൽ നീ സമ്പാദിച്ചതൊക്കെ എവിടെ കൂട്ടിവെക്കും? വിഡ്ഢിയായ മനുഷ്യ എന്നാ ദൈവം വിളിക്കുക. അപ്പം മരണം ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് വരുമ്പോൾ എനിക്ക് സമയമായില്ല, കുറച്ചുകൂടെ കഴിയട്ടെ, വെയിറ്റ് ചെയ്യുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒന്നാണ്. മരണത്തെ പേടിക്കുന്ന അനേകർ, എല്ലാവർക്കും പേടിയാണ് മരണത്തെ. കാരണം മരിച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചതൊക്കെ ആരനുഭവിക്കും? സഭാപ്രശ്നങ്ങളിലൂടെയൊക്കെ കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഉണ്ടാക്കിയതൊക്കെ നിന്റെ തലമുറ അനുഭവിക്കുമെന്നുള്ളതിന് എന്താ ഉറപ്പ്?
ഒരുറപ്പുമില്ലാത്ത മനുഷ്യൻ. ഇപ്പോൾ നടന്നു പോകുന്ന വഴിയിൽ ഒരുപക്ഷെ എല്ലാം അസ്തമിക്കാം. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമ്മുടേത്. ഒരിക്കൽ നമ്മളും ഈ സത്യത്തെ പുൽകേണ്ടവരാണ്. ഇനി കാണില്ല പ്രിയരേ എന്ന് പറഞ്ഞ് നമ്മളൊരു പോക്ക് പോകും ഈ ലോകത്തുനിന്ന്. അത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ നമുക്കറിയില്ല. പക്ഷെ സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നമുണ്ടായിരിക്കണം. ഞാൻ മരിക്കുമ്പോൾ അത് ഞാൻ സ്വർഗത്തിലായിരിക്കും. ഇതല്ല, ഈ ഭൂമിയിൽ കാണുന്ന ഒന്നുമല്ല സ്വർഗം എന്ന് വിചാരിക്കണം. ഒരിക്കൽ സ്നേഹബഹുമാനപ്പെട്ട പനക്കലച്ചൻ പറഞ്ഞത് ഓർക്കുകയാണ്. ഒരപ്പനും അമ്മയ്ക്കും ആകെ ഒരു പെൺകുഞ്ഞ്. ആ കുഞ്ഞിന് ക്യാൻസർ ബാധിച്ചു. ആ കുഞ്ഞിനെ കൊണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അവർ കടന്നു ചെന്നു. ധ്യാനം കൂടി അവർ മടങ്ങിപ്പോയി. പക്ഷേ ആ കുഞ്ഞിന് വലിയ സ്വപ്നങ്ങൾ ആ ധ്യാനത്തിലൂടെ കിട്ടി. കുറേ ദിവസം കഴിഞ്ഞു, കുഞ്ഞിന് അസുഖം മൂർച്ഛിച്ചു. ആ കുഞ്ഞപ്പനെ അമ്മയും വിളിച്ചിട്ട് പറഞ്ഞു, അപ്പാ അമ്മ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, മോളെ ഇതല്ലേ നിൻ്റെ വീട്? അപ്പം കുഞ്ഞ് പറഞ്ഞു, ഇതല്ല എൻ്റെ വീട്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് അല്പസമയം കഴിഞ്ഞ് ആ കുഞ്ഞ് മരിച്ചു. അച്ഛനിങ്ങനെയാ പറയുക. പിന്നീട് അപ്പനും അമ്മയും ചെന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് പനക്കലച്ചനോട് പറഞ്ഞു, അച്ഛാ, ഇവിടെ വന്ന് ധ്യാനം കൂടിയത് കൊണ്ട് അവൾക്കൊരു സ്വർഗീയ ദർശനം കിട്ടി. അവളിന്ന് സ്വർഗത്തിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ സ്വർഗമെന്ന് പറയുന്ന വലിയൊരു സത്യമുണ്ട്. അത് കണ്ടവർക്കേ അത് മനസ്സിലാവും. അതറിയണമെങ്കിൽ നമ്മൾ ദൈവത്തോടു കൂടെയായിരിക്കണം. ഇനി കാണാതെ നമ്മൾ മടങ്ങിപ്പോകും. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. എല്ലാം മനസ്സാൽ ഉപേക്ഷിച്ച് നമ്മൾ മടങ്ങിപ്പോകേണ്ടവരാണ്. പക്ഷേ എങ്ങോട്ടാണ് നമ്മൾ പോവുക? സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ? ഈ ഗാനത്തിൻ്റെ ഈരടികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഒരു നിമിഷം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇതെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള വലിയൊരു അപകടമാണ്. സ്വർഗത്തിലാണോ നരകത്തിലാണോ എൻ്റെ അവസ്ഥ? ഇത് മനസ്സിലാക്കി നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിക്കാം. ഞാനും മരിക്കേണ്ടവനല്ലേ? മരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കുമോ നരകത്തിലായിരിക്കുമോ? നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവത്തോട് ചേർത്ത് വെച്ചൊന്ന് ചിന്തിക്കാം. ഇനി കാണില്ല പ്രിയരേ നമ്മൾ ഈ ലോകത്തിൽ. ഇനി കാണില്ല പ്രിയരേ നമ്മൾ ഈ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാ പ്രിയരേ കാണാം അവിടെ പിരിയാം. ഇപ്പോൾ കാണാം അവിടെ ചേരാം. പ്രിയരേ കാണാം അവിടെ പിരിയാം. ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാരും വിശുദ്ധരും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ഥലം. വെളിപാട് പുസ്തകത്തിലുടനീളം നമുക്കത് കാണാൻ സാധിക്കും. ദൈവത്തെ ആരാധിക്കുന്ന മലവെള്ളപ്പാച്ചിൽ പോലെയുള്ള ശബ്ദം കേൾക്കുന്ന സ്വർഗരാജ്യം, എപ്പോഴും സ്തുതിപ്പ്, സൃഷ്ടാവിനെ സൃഷ്ടി സ്തുതിക്കുന്ന സ്വർഗീയ അനുഭവം. നമ്മളൊക്കെ ആ വഴിയിലൂടെ കടന്നു പോകേണ്ടവരാണ്. ഒരുപക്ഷെ നാളെ ഞാൻ മരിച്ചാൽ ഞാൻ സ്വർഗത്തിലോ നരകത്തിലോ? നല്ലവണ്ണം ചിന്തിച്ച് നല്ല തീരുമാനമെടുത്ത് സ്വർഗത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എൻ്റെ എല്ലാം ഞാൻ മനസ്സാൽ ഉപേക്ഷിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കടന്നു പോകേണ്ടവനാണ്. പോയാൽ അതെൻ്റെ ദൈവത്തോടു കൂടി ആയിരിക്കാൻ
ഒരു വലിയ ആഗ്രഹം, തീക്ഷ്ണമായ ആഗ്രഹത്തോടു കൂടി നമുക്ക് ഈ നിമിഷങ്ങളിലായിരിക്കാം. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പാടാം. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമകീർത്തനം പാടാ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമകീർത്തനം പാടാ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു പൗലോസ്ലീഹ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. സ്വർഗം സ്വപ്നം കണ്ട ഒരു മനുഷ്യൻ ജീവിതത്തിൽ സഭയിലെ മക്കളെയും പീഡിപ്പിച്ചവൻ പിന്നീട് സ്വർഗത്തെക്കുറിച്ച് കണ്ട വലിയ സ്വപ്നം, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. സ്വർഗത്തെ സ്വപ്നം കാണുകയാണ് പൗലോസ്ലീഹ. കാരണം ഇനിയുള്ള ജീവിതം ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സ്വർഗത്തിലല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താ നമ്മൾ ചിന്തിച്ച് നോക്കണം. ധനവാന്റെയും ലാസറിൻ്റെയും കഥയിൽ നമുക്കറിയാം, ഇതാ ധനവാൻ നരകത്തിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. തൊട്ടപ്പുറത്ത് അബ്രഹാം പിതാവിൻ്റെ മടിയിൽ സ്വർഗത്തിലിരിക്കുന്ന ലാസർ. പ്രിയമുള്ളവരെ, ഇതിലേതാണ് നമ്മൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരിക? ധനവാന്റെ അവസ്ഥയോ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ലാസറിനെ പോലെ ഇരിക്കാനുള്ള സ്വർഗീയ അനുഭവമോ നമ്മുടെ ജീവിതത്തിൽ? നമുക്കത് ചിന്തിക്കാം. സ്വർഗം സ്വപ്നം കാണണം. നമ്മൾ ക്രിസ്ത്യാനിയായി ജനിച്ച് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കേണ്ട നമ്മൾ ഓരോരുത്തരും നമുക്ക് നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ചേർത്ത് വയ്ക്കാം. ഞാൻ സ്വർഗത്തിലാണോ? എൻ്റെ സ്വപ്നം, എനിക്കൊരു സ്വപ്നമുണ്ടോ സ്വർഗത്തെക്കുറിച്ച്? എൻ്റെ ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന ഒരു സ്വർഗീയ അനുഭവം. ഈ ലോകത്തിലെ കഷ്ടപ്പാടും വേദനകളും എല്ലാം കഴിഞ്ഞ് എന്നെ സൃഷ്ടിച്ചവനോടുകൂടി ആയിരിക്കുന്ന വലിയ അനുഭവം, അതൊരു സ്വർഗീയ അനുഭവം തന്നെയാണ്. കാരണം അവിടെ കഷ്ടപ്പാടില്ല, നിലവിളിയില്ല, കണ്ണീരില്ല, ഒന്നുമില്ല. എപ്പോഴും സന്തോഷം, സ്വർഗീയ സന്തോഷം. കാരണം ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന അനുഭവം. അത് നമുക്കൊരു സ്വപ്നമായി തീരട്ടെ പ്രിയമുള്ളവരെ. പോകും നമ്മൾ ഈ വഴിയെല്ലാം വിട്ട് സ്വർഗത്തിലേക്ക്. ഈ യാത്രയിൽ നമ്മൾ എവിടെ എത്തിച്ചേരണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. സ്വർഗത്തെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനായി ഒരുങ്ങണം. അതിനായി നമുക്കൊന്ന് ഒരുങ്ങാം ഈ ദിവസങ്ങളിൽ. കാരണം എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സത്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതെങ്ങനെ, എവിടെ വെച്ച്, എപ്പോൾ, ഇതൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. കാരണം അതൊക്കെ ദൈവത്തിൻ്റെ കാര്യമാണ്. വിളിച്ചാൽ നിൻ്റെ ആത്മാവ് എവിടെ എന്ന് ദൈവം ചോദിക്കും. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോടൊന്ന് ചേർന്ന് നിൽക്കാം.
ഇതെല്ലാം വിട്ട് നമ്മൾ പോകും. അവിടെ ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും, ഇതെല്ലാം വിട്ടു പോന്നപ്പോൾ നിനക്ക് സങ്കടം തോന്നിയോ? നീ സമ്പാദിച്ചതും നീ നേടിയതും ഒക്കെ. ഒന്നും എനിക്ക് സങ്കടമല്ല കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു, മരിച്ച് നിന്നോട് കൂടെ ആയിരിക്കാൻ. പിടിച്ചു പറിച്ചും അല്ലാതെയും ഒക്കെ നേടിയതെല്ലാം വിട്ടെറിഞ്ഞ് നമുക്ക് പോകേണ്ടതായി വരും. അതുകൊണ്ടാണ് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞത്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കൈ പെട്ടിക്ക് വെളിയിലേക്ക് ഇട്ടേക്കണം. കാരണം ഞാൻ വെട്ടിപ്പിടിച്ചതും ഞാൻ സമ്പാദിച്ചതൊന്നും ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകുന്നില്ല. പലരും ഇപ്പോഴും ചിന്തിക്കുന്നതെല്ലാം മുകളിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. പിടിച്ചു പറിച്ചും അതിരുമാതിയും തട്ടിപ്പറിച്ചുമൊക്കെ നേടിയത് ഒരിക്കലും പ്രിയമുള്ളവരെ സ്വർഗരാജ്യത്തിന് നമ്മളെ യോഗ്യരാക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിൽ എത്തണമെങ്കിൽ സ്വർഗീയരായി ജീവിക്കണം, സ്വർഗം സ്വപ്നം കാണും, പ്രാർത്ഥിക്കണം, ഒരുങ്ങണം നല്ല മരണത്തിന് വേണ്ടി. കർത്താവേ, നാളെ ഞാൻ മരിച്ചാൽ നിന്നോട് കൂടെ ആയിരിക്കുന്ന വലിയൊരു അനുഭവം. എൻ്റെ ഈശോ, എൻ്റെ ഈ കഷ്ടപ്പാടും വേദനയൊക്കെ നിന്നോട് കൂടെ ആയിരിക്കുമ്പോൾ മാറുമെന്നുള്ള വലിയൊരു ബോധ്യം. അതുകൊണ്ട് നമുക്കൊന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാം. പോകുന്നേ ഞാൻ നാഥൻ്റെ ചാരെ അവനോടൊപ്പമായിരിക്കാൻ നമുക്കൊന്ന് ആഗ്രഹിക്കാം. നമ്മൾ പോകേണ്ടവരാണ്, നമ്മൾ പോകും, ഉറപ്പാണ്. പക്ഷെ അതിന് ഒരുക്കമുള്ളവരായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഗാനത്തിൻ്റെ ഈരടികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവർ, ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ദൈവം തരും. അതിനെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സ്വർഗീയ പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമായിട്ട് കാണാൻ, ഈ ലോകവും ഈ ലോകത്തിൽ ഞാൻ നേടിയതൊന്നുമല്ല സ്വർഗമെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ശുശ്രൂഷ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനായി നിങ്ങൾ ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം സമൃദ്ധി ചൊരിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പാടാം. നമ്മൾ പോകുമൊരു ദിവസം എല്ലാം വിട്ടുപേക്ഷിച്ചിട്ട് പോകുന്നേ ഞാനും എൻ്റെ പ്രിയൻ്റെ ചാരെ പിറ്റേന്നൊപ്പം ഉണർന്നിടാൻ നമുക്ക് പാടാം, പ്രാർത്ഥിക്കാം. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നോ യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോട് തുറങ്ങിടാൻ. എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരെ പിറ്റേന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആദിവ്യാധികളന്യമായി കർത്താവേ ജന്മം ധന്യ
ചാരെ പിറ്റേന്നൊപ്പമുണർന്നിടാ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോട് തുറങ്ങിടാ. എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരെ പിറ്റേന്നൊപ്പമുണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോട് തുറങ്ങിടാ. എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരെ പിറ്റേന്നൊപ്പമുണർന്നിടാ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.